ഹലോ എവരിവൺ, എല്ലാവർക്കും ക്രിസ്പർ ലേണിംഗിന്റെ പ്രീവിയസ് ഇയർ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2022 വന്നേക്കുന്ന ഫിസിക്സിലെ 15 ക്വസ്റ്റ്യൻ ആണ്. ഒരേ ക്വസ്റ്റ്യനിലൂടെയും പോകുമ്പോൾ മറക്കാതിരിക്കുക, ക്വസ്റ്റ്യൻ എങ്ങനെ ഏതെങ്കിലും ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാമെന്നല്ല, ക്വസ്റ്റ്യന്റെ സോൾ എന്താണ്, ആ ക്വസ്റ്റ്യന്റെ പുറകിലുള്ള ഫിലോസഫി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി എങ്ങനെ ഇതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യണം എന്നും മനസ്സിലാക്കിയെടുക്കുക. എക്സാം എടുക്കുന്ന സമയമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ ക്വസ്റ്റ്യനും കേട്ടിരിക്കുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളുക. A particle experiences an acceleration a equals alpha v. Acceleration തന്നിട്ടുണ്ട്, where v is the velocity of the particle and alpha is a constant if the distances traveled by the particle in the time interval t2 minus t1 and t3 minus t1 are s12 and s13. Which of the following relations is true? സോ നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ എ ഈക്വൽ ടു ആൽഫ വി എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഡിസ്റ്റൻസും ടൈമുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യണം. സോ ഡിസ്റ്റൻസും ടൈമായിട്ടൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ആക്സലറേഷനും വെലോസിറ്റിയും ഒക്കെ മാറി ഡിസ്റ്റൻസും ടൈമും വരണം. അപ്പോൾ ഞാൻ ആക്സലറേഷനെ ഡി വി ബൈ ഡി ടി എന്ന് എഴുതുന്നു. ഡി വി ബൈ ഡി ടി എന്തായി? ആൽഫ വി ആയി. ഡി വി ബൈ ഡി ടി ആൽഫ വി ആയി. ഇനിയും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാവർക്കും സോൾവ് ചെയ്യാറിയാം. ഡി വി ബൈ വി ഇസ് ഈക്വൽ ടു ആൽഫ ഡി ടി എന്ന് വരും. ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എൽ എൻ വി എന്ന് വരും. റൈറ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആൽഫ ടി പ്ലസ് സം കോൺസ്റ്റൻറ്റ് സി എന്ന് വരും. നമുക്ക് ഇതിൽ നിന്ന് വി കണ്ടുപിടിക്കാം. രണ്ട് സൈഡിൽ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഈ ആൽഫ ടി ടൈംസ് ഇ റൈസ് ടു സി എന്ന് പറയും. സി ഒരു കോൺസ്റ്റന്റ് ആണ്, ഇ റൈസ് ടു സി ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഇതിനെ എനിക്ക് എ ഇ പവർ ആൽഫ ടി എന്ന് എഴുതാം. സോ നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കണ്ടുപിടിച്ചാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. സോ ഡി എക്സ് ബൈ ഡി ടി ഇസ് എ ഇ ടു ദി പവർ ആൽഫ ടി എന്ന് കിട്ടി. നമുക്ക് രണ്ട് സൈഡിലും സോ ഡി എക്സ് എന്തായി? എ ഇ പവർ ആൽഫ ടി ഡി ടി ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, S12 എന്ന് പറഞ്ഞാൽ T1 ടു T2 ആണ്, S13 എന്ന് പറഞ്ഞാൽ T2 ടു T3 ആണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഫസ്റ്റ് കേസിൽ നമുക്കിതിനെ എക്സിനെ നമുക്ക് x1 ടു x2 വരെ പോവാം. വിച്ച് ഡി എക്സ് വിൽ ഗിവ് മീ എ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് പുറത്ത് വരും. T1 ടു T2 ഇ പവർ ആൽഫ ടി ഡി ടി എന്ന് വരും. ഓക്കെ, സോൾവ് ചെയ്തേ. സോ ഇതെന്ത് വരും? ഇത് വെറും x2 മൈനസ് x1 ആയിരിക്കും. എ ഇ പവർ ആൽഫ ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ പവർ ആൽഫ ടി ബൈ ആൽഫ എന്ന് വരും. T2 T1 ലിമിറ്റ്സ് ഇട്ട് കൊടുക്കുക. സോ ഇതെന്ത് കിട്ടി നിങ്ങൾക്ക്? x2 മൈനസ് x1നെ ക്വസ്റ്റ്യനിൽ S21 എന്നാണ് വിളിച്ചത്. S21 എന്താ? എ ബൈ ആൽഫ. ആൽഫ പുറത്ത് വരും. ഇ പവർ ആൽഫ T2 മൈനസ് ഇ പവർ ആൽഫ T1. നിങ്ങൾ നോക്കുക, ഇനിയും T3 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ x1 ടു x3 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡി എക്സ് എ ഇന്റഗ്രൽ T1 ടു T3 ഇ പവർ ആൽഫ ടി ഡി ടി. നോക്കുക, ഇതും ഈ രണ്ട് എക്സ്പ്രഷൻ തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ x2 വരെ x3 വന്നു, T1 വരെ T3 വന്നു. സോ ഫൈനൽ എക്സ്പ്രഷൻ സെയിം ആയിരിക്കും നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒരേപോലെ ഇരിക്കുന്ന എക്സ്പ്രഷൻ ആണ്. 2 മാറി 3 എന്നേ ഉള്ളൂ. സോ ഞാൻ ഫൈനൽ എക്സ്പ്രഷനിലും 2 ഉള്ളിടത്തെല്ലാം 3 ഇട്ട് കൊടുക്കുന്നു. S31 ഇസ് എ ബൈ ആൽഫ ഇ പവർ ആൽഫ T3 മൈനസ് ഇ പവർ ആൽഫ T1 എന്ന് വന്നു. സോ S31ഉം S13 എന്നും ഓക്കെ, നമുക്ക് ജസ്റ്റ് S21 എന്നല്ല S31, ഇത് S13 എന്നാണ് അവർ കൊടുത്തേക്കുന്നത്, ഇത് S12 എന്നാണ്, ജസ്റ്റ് പേരേ ഉള്ളൂ. ഇനി അവരെന്താ ചോദിച്ചേക്കുന്നത് നമ്മളോട്? ഓക്കെ, S13 ബൈ S12 ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, S13 ബൈ S12 എടുക്കാം. സോ S13 ബൈ S12 എടുക്കുമ്പോൾ S13 ബൈ S12 എടുക്കുമ്പോൾ എ ബൈ ആൽഫ ക്യാൻസൽ ആവും. ഇതെന്ത് വരും? ഇ ആൽഫ T3 മൈനസ് ഇ ആൽഫ T1 ഡിവൈഡഡ് ബൈ ഇ ആൽഫ T2 മൈനസ് ഇ ആൽഫ T1 എന്ന് വരും. ഞാൻ ഇ റേസ് ടു ആൽഫ T1 വെച്ച് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും എനിക്ക്? ഇ റേസ് ടു ആൽഫ T3 മൈനസ് T1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആൽഫ T2 മൈനസ് T1 മൈനസ് 1 എന്ന് കിട്ടും. സോ ഇത് ഏതാ ഓപ്ഷൻ എന്ന് നോക്കിയേ? ആൽഫ T3 മൈനസ് T1 ഡിവൈഡഡ് ബൈ ആൽഫ T2 മൈനസ് T1 മൈനസ് 1. ഓപ്ഷൻ എ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. അത്യാവശ്യം ഈസി ക്വസ്റ്റൻ ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. വലിയ പാടില്ലാത്ത ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ട അതിന്റെ തിയറി അവിടെ വളരെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. ഒരു സിമിലർ ക്വസ്റ്റൻ ആണ്. A point mass m is attached to a massless string undergoing a circular motion in a vertical plane. സോ ഒരു സർക്കുലർ മോഷൻ വെർട്ടിക്കൽ പ്ലെയിനിൽ എക്സിക്യൂട്ട് ചെയ്യാണ്. ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 6 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഒരു സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും.
വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആണ്. സോ അതിന്റെ ലെങ്ത് നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. മിനിമം വാല്യൂ ഓഫ് ടെൻഷൻ 2 mg തന്നിട്ടുണ്ട്. മാക്സിമം സ്പീഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, സ്പീഡ് നമുക്ക് ഇതിനെ എനർജിയുടെ ടേംസ് ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്താണ്, നമ്മൾ എനർജി കൺസർവേഷൻ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് ഇതിലെ എനർജിയുടെ ടേംസിലാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ വേണ്ടത്? സ്പീഡ് എന്താവണം? മാക്സിമം ആവണം. സ്പീഡ് മാക്സിമം ആവണമെങ്കിൽ എന്ത് മാക്സിമം അവിടെ എനർജിയിൽ? കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നതല്ലേ നമുക്ക് അറിയേണ്ടത്. കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന എപ്പോഴാ? പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുമ്പോഴാ. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുമ്പോഴാണ്. ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവണമെങ്കിൽ mgh ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവണമെങ്കിൽ ഹൈറ്റ് മിനിമം ആവണം. അതായത് ഇവിടെ ഇതിപ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ, അതായത് ഈ ബോട്ടം പോയിന്റിലാണ് എന്ത്? ബോട്ടം പോയിന്റിലാണ് മിനിമം വെലോസിറ്റി. ഇതാണ് മിനിമം സ്പീഡിന്റെ പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനർജി കൺസർവേഷൻ, ടോട്ടൽ എനർജി കൺസർവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി മാക്സിമം ആവണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവണം. കാരണം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബേസിക് എനർജി കൺസർവേഷൻ ആണ്. സോ നമുക്ക് ബോട്ടം മോസ്റ്റ് പോയിന്റിലെ സ്പീഡാണ് വേണ്ടത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടം മോസ്റ്റ് പോയിന്റിലെ സ്പീഡാണ് വേണ്ടത്. ഇനി എന്താ പറഞ്ഞത്? നമുക്ക് എന്തെങ്കിലും വേറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ? യെസ്, മിനിമം വാല്യൂ ഓഫ് ടെൻഷൻ ഇസ് 2 mg എന്ന് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ്, മിനിമം വാല്യൂ ഓഫ് ടെൻഷൻ എവിടെ ഉണ്ടാവണേ? മിനിമം വാല്യൂ ഓഫ് ടെൻഷൻ ഉണ്ടാവുന്നത് ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ്. സോ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇവിടെയാണ് എന്ത്? മിനിമം ടെൻഷൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ബോട്ടം പോയിന്റിനെയും ടോപ്പ് പോയിന്റിനെയും കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ നമുക്ക് ബോട്ടം പോയിന്റിലെ വെലോസിറ്റിനെ നമുക്ക് VB എന്ന് വിളിക്കാം. ടോപ്പ് പോയിന്റിലെ വെലോസിറ്റിനെ നമുക്ക് VT എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് മിനിമം ടെൻഷൻ തന്നിട്ടുണ്ട് 2 mg. ടെൻഷൻ തന്നിട്ടുണ്ട് 2 mg. എവിടെയാണ്? ടോപ്പിലുള്ള ടെൻഷൻ. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ ടെൻഷൻ സ്ട്രിങ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ ടെൻഷൻ ഉറപ്പായിട്ടും താഴോട്ട് ആക്ട് ചെയ്യും 2 mg. പിന്നെ ഇതിന്റെ വെയിറ്റ് ഉണ്ട്, ഇതിന്റെ വെയിറ്റ് ഒരു mg ഉണ്ട്, അതും താഴോട്ട് ആക്ട് ചെയ്യും. സോ mgയും 2 mgയും കൂടെ ആയിരിക്കും എന്ത് കൊടുക്കാൻ പോകുന്നത്? ഇതിനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ പോകുന്നത്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തായിരിക്കും? F സെൻട്രിപെറ്റൽ നമ്മൾ ടോപ്പിൽ നോക്കിയാൽ അത് 2 mg പ്ലസ് mg 3 mg ആയിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷനും എല്ലാവർക്കും അറിയാം, mv²/r. സോ ഇവിടെ ക്യാപിറ്റൽ R ആണ്, വിച്ച് ഇസ് 3 mg. mm ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് VT കിട്ടിയല്ലോ. VT എന്താ? √3gr എന്ന് കിട്ടി. ടോപ്പിലെ വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് ബോട്ടത്തിലെ വെലോസിറ്റിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനർജി കൺസർവേഷൻ ഉപയോഗിച്ചാൽ മതി. എനർജി കൺസർവേഷൻ എന്താ? ബോട്ടത്തില് വേറെ കളറിലെഴുതും. ബോട്ടത്തില് വെലോസിറ്റി ഇല്ല, സോറി വെലോസിറ്റി ഉണ്ട്, പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. കാരണം ലോവർ മോസ്റ്റ് പോയിന്റ് ആണ്, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതുകൊണ്ടാണ് അവിടെ വെലോസിറ്റി മാക്സിമം ആണ്. 12 mvb² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി 0 ഇസ് 12 mvt². ഞാൻ ബോട്ടത്തിലാണ് എൻ്റെ റെഫറൻസ് 0 ഓഫ് പൊട്ടൻഷ്യൽ സെറ്റ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും? ഈ ദൂരം എത്രയായിരിക്കും? സോ ഇത് R ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഈ ദൂരം എന്തായിരിക്കും? 2r ആയിരിക്കും. അപ്പം 2r ആയിരിക്കും. mg ടൈംസ് 2r ആയിരിക്കും എൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് VT നമുക്കറിയാം. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mm എല്ലാ ടേമിലുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. m ക്യാൻസൽ ചെയ്ത് പോകുന്നു. എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ VB²/2 ഇസ് ഈക്വൽ ടു VT² നമുക്കറിയാം 3gr/2 പ്ലസ് 2gr. ഇതെന്ത് വരും? 7gr/2 എന്ന് വരും. അതായത് VB എന്തായി? VB is √7gr എന്ന് വന്നു. VB അതായത് മാക്സിമം വെലോസിറ്റി, ബോട്ടത്തിലെ വെലോസിറ്റി is √7gr. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു. അത്യാവശ്യം വെർട്ടിക്കൽ സർക്കുലർ മോഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ്, കഴിഞ്ഞ ഡിസ്കഷനിലും പറഞ്ഞാണ്, ഈ ഡിസ്കഷനിലും വന്നു. സോ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ നോക്കിയിട്ട് പോവുക. Okay, let's move on to the next question. An object is released from rest from inner edge of a hemispherical ball. So inner edge, hemisphere and inner edge in release ചെയ്യാണ്.
The coefficient of kinetic friction between the object and the ball is mu if the object covers an angular displacement theta with respect to the center of the hemisphere when it stops for the first time. അതായത് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നതാണ് വിടുന്നത്, വി ഇൻ റെസ്റ്റ് ചെയ്യുന്ന വിടുകയാണ്. പിന്നെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു തീറ്റ റൊട്ടേഷന് ശേഷം, ഒരു തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തതിന് ശേഷം, ഇവിടെ ആണെന്നിരിക്കട്ടെ, ഒരു തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തതിന് ശേഷം, അപ്പൊ ഇവിടുത്തെ ആംഗിൾ തീറ്റയായി, ഈ ആംഗിൾ തീറ്റയായി, തീറ്റ കവർ ചെയ്തതിന് ശേഷം ഇതിവിടെ വീണ്ടും വന്ന് റെസ്റ്റിലിരിക്കുന്നു. ഓക്കെ, ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. സോ ഫ്രിക്ഷൻ ഉണ്ട്, എനർജി കൺസർവേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്രിക്ഷൻ ഡിസിപ്പേറ്റീവ് ആണ്, എനർജി കൺസർവേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. With respect to center of the hemisphere when it stops for the first time, which of the following expressions is correct? Okay, നമുക്ക് മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് എനർജി കൺസർവേഷൻ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എനർജി കൺസർവേഷൻ ഇക്വലന്റ് ആയിട്ട് വർക്ക് എനർജി തിയറി ഉപയോഗിക്കാം. വർക്ക് എനർജി തിയറി എന്താ പറയുന്നത്? വർക്ക് ഡൺ W ഇസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. സോ നമുക്കത് നോക്കിയാലോ. സോ അത് ഉപയോഗിക്കാൻ വേണ്ടി, വർക്ക് എനർജി തിയറം യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ആർബിട്രറി പോയിന്റ് എടുക്കാം. നമുക്ക് ഈ വി ഫൈനൽ വിട്ടിട്ട് നമുക്കൊരു ഇതിന്റെ ജേണിയിലുള്ള ഒരു ആർബിട്രറി പോയിന്റ് നമുക്ക് എടുക്കാം. ഇത് ഇതിന്റെ ജേണിയുടെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ്. സോ ഈ ആംഗിൾ നമുക്ക് ഫൈ എന്ന് എടുക്കാം. അപ്പൊ ഫൈ എവിടെ മുതലാണ് വേരി ചെയ്യുന്ന? ഫൈ 0 തൊട്ട് ഫൈ തീറ്റ വരെ മൂവ് ചെയ്യുന്നതാണ് ഈ എൻറ്റയർ ജേണി എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എനിക്കിത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി വേണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. കാരണം എനിക്ക് ഹൈറ്റ് അറിയണമല്ലോ, ഈ ഹൈറ്റ് ഡിഫറൻസ് എത്രയും വരുന്നെന്ന്. സോ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പം ഈ ആംഗിൾ എത്രയായി? ഞാൻ 90 ഡിഗ്രിയാണ് വരയ്ക്കുന്നത്. അപ്പം ഈ ആംഗിൾ എത്രയായി? ഇത് 90 - 5 ആണ്. അപ്പം നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഈ മൊത്തം ദൂരം ക്യാപിറ്റൽ R റേഡിയസ് ആണ്. അപ്പം ഈ ദൂരം എത്ര വരും? ഇത് റേഡിയസിന്റെ അക്രോസ് ഉള്ള അലോങ് കിടക്കുന്ന കമ്പോണന്റ് ആണ്. അതായത് 90 - 5 എന്ന് പറഞ്ഞാൽ R-നും നമ്മുടെ ആ ഹൈറ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് എത്ര കിട്ടി? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ R sin of 90 cos of 90 - 5 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് കിട്ടി? ദിസ് ഇസ് R sin 5 അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. കോസ് ഓഫ് 90 - 5 എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ഇവിടെ H ആണ്, ഹൈപ്പോട്ടന്യൂസ് R ആണ്. സോ H/R ആയിരിക്കും. അല്ലെങ്കിൽ sin 5 എന്ന് പറഞ്ഞാൽ H/R ആയിരിക്കും. സോ നമുക്ക് ഹൈറ്റ് കിട്ടി R sin 5. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എഴുതാമല്ലോ. എന്ത് കിട്ടി? mg R sin 5. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അത് വിട്ടിരിക്കട്ടെ, ഇക്വേഷൻ 1. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വേണം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എടുക്കാനായിട്ട് നമുക്ക് അത് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇത് പോയിന്റ് ലൈൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരയ്ക്കാം. കാരണം നമുക്ക് ഇനി ഫോഴ്സ് വെച്ച് കളിച്ചാലേ വർക്കൊക്കെ കിട്ടത്തുള്ളൂ. സോ ഇവിടെ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് താഴേക്ക് എന്ത് ഫോഴ്സ് ഉണ്ട്? താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. mg താഴേക്ക് ആക്ട് ചെയ്യും. ഇനിയും ഞാൻ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടത്തെ ആംഗിൾ എന്തായിരിക്കും? 90 - 5 ആയിരിക്കും. സോ ഈ കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ mg cos 90 - 5. കാരണം എനിക്ക് ഫ്രിക്ഷനുമായിട്ട് കണക്ട് ചെയ്തേ പറ്റൂ. mg cos 90 - 5 ആയിരിക്കും. mg cos 90 - 5 ആയിരിക്കും, വിച്ച് ഇസ് mg sin 5. നിങ്ങൾക്ക് അറിയാം, വെക്ടറിനെ കോമ്പോണൻസ് ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഞാനത് പറയേണ്ട കാര്യമില്ല. ഇത് 90 - 5 എന്ന് പറഞ്ഞാൽ ഈ പാരലൽ ഇങ്ങനെയുള്ള കമ്പോണന്റും mgയും തമ്മിലുള്ള ആംഗിൾ ആണ്. സോ mg cos 90 - 5 ആയിരിക്കും ആ കോമ്പോണന്റ് എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് mg sin 5. അതാണ് നോർമൽ റിയാക്ഷൻ. സോ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? mg sin 5 ആയിരിക്കും. കാരണം ഇക്വിലിബ്രിയത്തിൽ, കാരണം വെർട്ടിക്കലി ഇതിന് മോഷൻ ഇല്ല, ഇത് ഇങ്ങനെ ആ പ്ലെയിനിൽ കൂടെ കിടന്ന് കറങ്ങുന്നതേ ഉള്ളൂ. വെർട്ടിക്കലി, അതായത് ആ ബോളിന് മുകളിലേക്ക് ഇത് തെറിച്ച് പോകുന്നില്ല. സോ അതിനെല്ലാം റേഡിയലി ഇതിനൊരു മോഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? mg sin 5 ആയിരിക്കും. നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ഒരുപാട് ചെയ്യുന്ന കാര്യമാണ്. സോ നോർമൽ റിയാക്ഷൻ mg sin 5 ആണെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ μn വിൽ ബി μmg sin 5. μmg sin 5. ഓക്കെ, ഫ്രിക്ഷൻ കണ്ടുപിടിച്ചു. നമുക്ക് വർക്ക് ഡണ്ണിന് ആവശ്യം വരും, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ആവശ്യം വരും. ഇനി നമ്മൾ നോക്കാം.
വർക്ക് ഡൺ കണ്ടുപിടിച്ചാലോ? വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി വർക്ക് ഡൺ എന്താ? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ആണ്. ഇവിടെ എന്ന് പറഞ്ഞ ഇന്റഗ്രൽ മ്യൂ എം ജി സൈൻ ഫൈ ടൈംസ് ഡി എൽ എന്ന് വരും. ഇനി ഡി എൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചേ, ഈ സർഫസിലൂടെ അല്ലേ മൂവ് ചെയ്യുന്നത്, അതായത് ഈ ഹെമിസ്ഫിയറിന്റെ ഇവിടെ കൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പം ഇതായിരിക്കും അതിന്റെ ഡി എൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഡി എല്ലിന്റെ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് എടുത്ത് വരച്ചു തരാം. സോ ഇതാണ് ഒരു ഡി എൽ എലമെന്റ് എന്നിരിക്കട്ടെ. ഇതാണ് ഡി എൽ എലമെന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ആംഗിൾ എന്തായിരിക്കും? ഡി ഫൈ ആയിരിക്കും. ഇത് ക്യാപിറ്റൽ ആർ അല്ലേ? നിങ്ങൾക്ക് അറിയാം, ആംഗിളും ആർക്ക് ലെങ്ത്തും കൂടെ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം. ഡി ഫൈ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ആർ എന്ന് നിങ്ങൾക്ക് അറിയാം. മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി, ആംഗിൾ അല്ലേ. ഡി എൽ ബൈ ആർ എന്ന് എഴുതാം. അപ്പൊ ഡി എൽ എന്തായി? ആർ ഡി ഫൈ ആയി. ഡി എൽ എന്തായി? ആർ ഡി ഫൈ ആയി. നിങ്ങൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ എം ജി ഒക്കെ കോൺസ്റ്റന്റ് ആണ്, അതിന് പുറത്ത് വരും സൈൻ ഫൈ ആർ ഡി ഫൈ എന്ന് വരും. ഇനി ഫൈയിലാണ് അപ്പൊ ഇന്റഗ്രേഷൻ. ഫൈ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഫൈ 0 തൊട്ട് തീറ്റ വരെ വേരി ചെയ്യുന്നത്. സോ ഫൈ 0 തൊട്ട് തീറ്റ വരെ വേരി ചെയ്യുന്നത്. സോ ദിസ് ഇസ് മ്യൂ എം ജി ആർ സൈൻ ഫൈ 0 തൊട്ട് തീറ്റ വരെ വേരി ചെയ്ത എന്ത് കിട്ടും? കോസ് ഫൈ ആണ് സൈൻ ഫൈഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വരും. സോ തീറ്റ 0. സൈൻ ഫൈ ഇന്റഗ്രൽ മൈനസ് കോസ് ഫൈ ആണ്. സോ ഇതിട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്? മ്യൂ എം ജി ആർ കോസ് തീറ്റ -1 എന്ന് വരും. ഞാൻ മൈനസ് അകത്തേക്ക് എടുത്താൽ 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി 1 മൈനസ് കോസ് തീറ്റ എന്താ? നമുക്കത് പിന്നെ ചെയ്യാം. 1 മൈനസ് കോസ് തീറ്റ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ വർക്ക് ഡണ്ണും കിട്ടി. ക്വസ്റ്റൻ 2. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വേണം. നിങ്ങൾ നോക്കുക, ഇവിടെ വി ഇൻ 0 അപ്പൊ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ഫൈനലിയും വെലോസിറ്റി 0 അപ്പൊ കൈനറ്റിക് എനർജി ഫൈനലും 0 അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്ര ഉള്ള? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഡെൽറ്റ കെ 0 ആയി. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു നിങ്ങൾ എഴുതുമ്പോൾ ഡെൽറ്റ കെ 0 ആയതുകൊണ്ട് തന്നെ ഡബ്ല്യു മ്യൂ എം ജി ആർ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ യു ആയിരിക്കും. ഡെൽറ്റ യു എന്താ? എം ജി ആർ സൈൻ ഫൈ. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം? സൈൻ തീറ്റ എഴുതണം, കാരണം തീറ്റയാണ് ഫൈനൽ. എം ജി ആർ സൈൻ തീറ്റ മൈനസ് എം ജി ആർ സൈൻ 0 എന്ന് വരും. സൈൻ 0 ആണ്. സോ എം ജി ആർ സൈൻ തീറ്റ എന്ന് മാത്രം വരുന്നു. സോ ഈ ടേം 0 ആയി പോകുന്നു. ഓക്കെ, സോ എം ജി ആർ ക്യാൻസൽ ആകുന്നു. മ്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. ഓപ്ഷൻ ഏതാന്ന് നോക്കി. അയ്യോടെ ഓപ്ഷനിലില്ലല്ലോ, എന്ത് ചെയ്യും? പക്ഷെ തീറ്റ ബൈ 2ന്റെ ടേംസ് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ തീറ്റ ബൈ 2ന്റെ ടേംസിലേക്ക് മാറ്റാമോ നോക്കാം. സൈൻ തീറ്റാൻ എനിക്ക് തീറ്റ ബൈ 2ന്റെ ടേംസ് എങ്ങനെ എഴുതാം? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 1 മൈനസ് കോസ് തീറ്റാൻ എനിക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ സ്ക്വയർഡ് തീറ്റ ബൈ 2. 2 ക്യാൻസൽ. ഒരു സൈൻ തീറ്റ ബൈ 2 ഒരു സൈൻ തീറ്റ ബൈ 2 ക്യാൻസൽ. കോസ് തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ സൈൻ തീറ്റ ബൈ 2 എന്ത് കിട്ടി? കോട്ട് തീറ്റ ബൈ 2 എന്ന് കിട്ടി. കോട്ട് തീറ്റ ബൈ 2 ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ നമുക്ക് അതും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? യെസ്. As shown in figure, block is resting on a frictionless floor and is attached to the free end of the spring. Oscillations എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The right edge of the block is in equilibrium at a distance d from the wall. When the spring is compressed by a distance d by 2 and released, the time period is t. Similarly, when compressed by a distance 2d, the time period is t naught. Consider the elastic collision between the block and the wall. What is the value of the quantity t naught by t? Good. നിങ്ങൾ നോക്കുക, ഇത് കംപ്രസ് ചെയ്തു. ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസ് d by 2 കംപ്രഷൻ ആണ്. സോ ഫസ്റ്റ് കേസിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ d by 2 ആണ്. സോ എന്ത് പറ്റി? ഇതിനെ d by 2 ഇത്രയും കംപ്രസ് ചെയ്തു. d by 2 വരെ പോയാൽ അത്രയും നമ്മൾ കംപ്രസ് ചെയ്തിട്ടുള്ളൂ. സോ അത്രയും അതിലേ ഇത് കിടന്ന് ആംപ്ലിറ്റ്യൂഡ് ചെയ്യത്തുള്ളൂ, ഓസിലേറ്റ് ചെയ്യത്തുള്ളൂ. സോ ആംപ്ലിറ്റ്യൂഡ് d by 2 ആയിരിക്കും. എക്സ്ട്രാ പോകാനുള്ള എനർജി എവിടുന്നും വരില്ല. സോ d by 2 വരെ വരാനേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല.
സോ എനർജി കൺസർവേഷൻ വെച്ച്. സോ ആംപ്ലിറ്റ്യൂഡ് d/2 ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് d/2 വരും. സോ ഇത് d ആണ്. സോ ഇതിന്റെ ഹാഫ് വരപ്പോൾ d/2 വരും. സോ ഈ d/2 ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷനിൽ ആ വോള് പിക്ചറിലേ ഇല്ല. കാരണം ആ വോളിന്റെ അടുത്ത് എത്തണമെങ്കിൽ d ദൂരം പോകണം. പക്ഷെ അത്രയും പോകുന്ന പോലും ഇല്ല. സോ d/2 നോർമൽ സ്പ്രിംഗ് മാസ് ഓസിലേഷൻ ആണ്. അതിന്റെ ടൈം പീരീഡ് നമുക്ക് t എന്നെടുക്കാം. t നമുക്ക് അറിയാം എന്താണ്, അത് 2π√m/k ആണ്. നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓസിലേഷനിൽ ഒന്നുമില്ല, വളരെ നോർമൽ ഓസിലേഷൻ, d/2 ഓസിലേഷൻ. സെക്കൻഡ് ഓസിലേഷൻ നോക്കാം. സെക്കൻഡ് ഓസിലേഷനിൽ എത്രയാണ് ആംപ്ലിറ്റ്യൂഡ്? 2d ആണ്. അതായത് ഇത്രയും സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തു. അപ്പൊ സ്പ്രിങ്ങിനെ 2d ഇങ്ങോട്ട് കംപ്രസ് ചെയ്തു, സ്പ്രിങ് തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്ത് പറ്റും? d ദൂരം കഴിയുമ്പോഴത്തേക്കും വോളിലിടിച്ച് എലാസ്റ്റിക് കൊളിഷൻ, കൈനറ്റിക് എനർജിയോ മൊമെന്റമോ ഒന്നുമില്ല, കൈനറ്റിക് എനർജി ലോസ് ഇല്ല, മൊമെന്റം കൺസർവേഷൻ വെച്ച് അതേ മൊമെന്റത്തിൽ തിരിച്ചു വരും. സോ അത് മൂവ് ചെയ്യാത്ത ഒരു വോളാണ്. സോ അത് തിരിച്ചു വരും. സോ d ദൂരമേ പോകും, 2d ദൂരം പോവില്ല. സോ d ദൂരമേ അങ്ങോട്ട് പോകത്തുള്ളൂ. സോ നമുക്ക് ആ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കറിയാം, സപ്പോസ് ഈ വോൾ ഇല്ലായിരുന്നെന്നിരിക്കട്ടെ, അങ്ങനെ ഇത് 2d ദൂരം പോവായിരുന്നെങ്കിൽ ഇത് ടൈം പീരീഡ് എടുക്കുക, t = 2π√m/k തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇതെന്ത് പറ്റി? പകുതിയേ പോകുന്നുള്ളൂ. അപ്പൊ അതിനെത്ര എടുക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം. സോ നമുക്ക് താഴേക്ക് ചെയ്യാം. സോ ഇനീഷ്യലി -a നിന്ന് തുടങ്ങുന്നു, മൈനസ് ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഇസ് -2d നിന്ന് തുടങ്ങുന്നു, 0 വരെ സഞ്ചരിക്കുന്നു. 0 വരെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓസിലേഷന്റെ ക്വാർട്ടർ പാർട്ട് ഓഫ് ജേർണിയാണ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് -a തുടങ്ങി +a പോയി -a തിരിച്ചു വരുമ്പോഴാണ്. പക്ഷെ ക്വാർട്ടർ ജേർണിയെ കഴിഞ്ഞുള്ളൂ. അതിന് എത്ര ടൈം എടുക്കും? മൊത്തം ടൈം പീരീഡ് t ആണെങ്കിൽ ക്വാർട്ടർ ജേർണിക്ക് ടൈം പീരീഡ് t/4 എടുക്കും. ഇനി ഇവിടുന്ന് a/2 വരെ യാത്ര ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ടൈം t/8 എന്ന് നിങ്ങൾ പറയരുത്, കാരണം ഇത് സിമിലർ അല്ല. t/8 എന്ന് പറയാൻ 0 to a/2 ഫോഴ്സ് തന്നെയല്ല a/2 തൊട്ട് a വരെയുള്ള ഫോഴ്സ്, അവിടെ ഡിഫറൻസ് ഉണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി സിമെട്രിക് അല്ല. 0 to a/2ഉം a/2 to aയും സിമെട്രിക് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഓസിലേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. y = a cos ωt എന്ന് നിങ്ങൾക്ക് അറിയാം. സോ നമുക്ക് y എന്താണ്? 0 തൊട്ട് a/2 വരെ പോവല്ലേ ചെയ്യേണ്ടത്? 0 തൊട്ട് a/2 വരെ, അല്ലെ സൈൻ എടുത്തു, 0 എന്നല്ലേ സ്റ്റാർട്ടിങ്. സോ സൈൻ എടുത്തു. സോ y എന്തായി? a/2 = a sin ωt എന്ന് കിട്ടി. a ക്യാൻസൽ ചെയ്ത sin ωt എന്തായി? 1/2 ആയി. സൈൻ 1/2 ആകുന്നത് ആംഗിൾ π/6 ആവുമ്പോഴാണ്. സോ ωt എന്തായി? ωt π/6 ആയി. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ടൈം പീരീഡ് ആണ്. സോ 2π ടൈം പീരീഡ് ടൈംസ് t എന്ന് പറഞ്ഞാൽ π/6 ആയി. അല്ലെങ്കിൽ ഈ ജേർണിക്ക് എടുക്കുന്ന ടൈം എത്രയായി? π/12 ആണ്. സോ ഈ ജേർണിക്ക് എടുക്കുന്ന ടൈം π/12 അല്ല, t/12. π ക്യാൻസൽ t/12 ആണ്. ഈ ജേർണിക്ക് എടുക്കുന്ന ടൈം t/12 ആണ്. സോ ഇങ്ങോട്ട് എത്ര ടൈം എടുത്തു? t/12 എടുത്തു. സോ t/4 + t/12 ഇത് മൊത്തം എത്ര ടൈമായി? t/4 + t/12 എന്ന് പറഞ്ഞാൽ 3t + t/12 എന്ന് വരും, വിച്ച് ഇസ് t/3 എന്ന് വരും. സോ t/3 എത്ര എടുത്തു? ഇവിടെ തൊട്ട് ഇവിടെ വരെ പോകാൻ t/3 എടുത്തു. പക്ഷെ അതല്ലല്ലോ ഒരു ടൈം പീരീഡ്, തിരിച്ചും വരണ്ടേ? വെയിറ്റ്, ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റോ? ഇല്ല, തിരിച്ചും വരണ്ടേ? അപ്പം t/3 + t/3 ആണ് ടോട്ടൽ എടുത്ത ടൈം പീരീഡ് t0, വിച്ച് ഇസ് 2t/3 or t0/t എന്ന് വെച്ചാൽ എന്തായി? 2/3 എന്ന് വന്നു. സോ t0/t എന്താണ്? 2/3. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? Question number 5. A liquid of density rho in a container weighs W. A cubic block of side L and density rho b less than rho is pushed. Rho b less than rho ആണ്. സോ ബ്ലോക്കിന്റെ ഡെൻസിറ്റി ലിക്വിഡിനെക്കാളും കുറവാണ്. സോ അത് ഫ്ലോട്ട് ചെയ്ത് നടക്കണം. പക്ഷെ എന്താ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് pushed by a stick to completely submerge the block inside the liquid without touching the bottom. If g is the acceleration due to gravity and liquid displaced by the stick is negligible, what is the new weight of the container? നിങ്ങൾക്കറിയാം, വെയിങ് മെഷീൻ എന്തിനെയാണ് മെഷർ ചെയ്യുന്നത്? വെയിങ് മെഷീൻ ഇറ്റ് മെഷേഴ്സ് ദ നോർമൽ റിയാക്ഷൻ. വെയിങ് മെഷീന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അത് നോർമൽ റിയാക്ഷൻ മെഷർ ചെയ്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി
ഇനി അപ്പം നമ്മൾ ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് ഇല്ലേ എന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ റിയാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വെള്ളത്തിൻ്റെയും കണ്ടെയ്നറിൻ്റെയും കൂടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നത് W ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഒരു W താഴേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇനി ബ്ലോക്ക് അകത്തേക്ക് വരുമ്പം ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ആണ് വരയ്ക്കുന്നത്. ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കാൻ പോകുന്നു, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. ബ്ലോക്കിന്റെ റോ ബി വി ബി ജി, അതായത് mg താഴേക്ക് ആക്ട് ചെയ്യും. ഇതിലൊരു ബോയന്റ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. ബോയന്റ് ഫോഴ്സ് എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് വാട്ടർ ടൈംസ് വി ബി ടൈംസ് ജി മുകളിലേക്ക് ആക്ട് ചെയ്യും. ഇത് ഒരു ബോയന്റ് ഫോഴ്സ് ആണ്. ബോയന്റ് ഫോഴ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുമെന്നറിയാം. സോ ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ട്. സോ ബ്ലോക്കില് വാട്ടർ ഒരു റോ വി ബി ജി ആക്ട് ചെയ്യുമ്പോൾ ബ്ലോക്ക് തിരിച്ച് വാട്ടറിലും എന്താ ആക്ട് ചെയ്യും? ബ്ലോക്ക് തിരിച്ച് വാട്ടറിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റോ വി ബി ജി ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. സോ ഞാൻ പറയുന്നു ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഇമ്മെറ്റീരിയൽ ആണ്. നമുക്ക് മൊത്തം സാധനത്തിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ആണ് വേണ്ട. ആ വാട്ടറും ആ കണ്ടെയ്നറിന്റെയാണ്, കാരണം നോർമൽ റിയാക്ഷൻ ആണ് മെഷർ ചെയ്യുന്നത്. സോ താഴേക്ക് എന്ത് വന്നു? റോ വി ബി ജി വന്നു. ഇത് റെസ്റ്റിലല്ലേ ഇരിക്കുന്നത്? മുകളിലേക്ക് ആകെ ഒരു ഫോഴ്സേ വാട്ടറിലുള്ള, അത് നോർമൽ റിയാക്ഷനാണ്. സോ നോർമൽ റിയാക്ഷൻ എന്തിനെ ബാലൻസ് ചെയ്യണം? റോ വി ബി ജി പ്ലസ് ഡബ്ല്യുവിനെ ബാലൻസ് ചെയ്യണം. ഇനി ഇതൊരു ക്യൂബിക്കൽ ബോക്സ് ആണ് തന്നിട്ടുണ്ട്. ക്യൂബിക്കൽ ബോക്സ് ഓഫ് സൈഡ് എല്ലാം തന്നിട്ടുണ്ട്. സോ വി ബി എന്ന് പറഞ്ഞാൽ റോ ജി വി ബി എൽ ക്യൂബ് ആയിരിക്കും പ്ലസ് ഡബ്ല്യു. ഇതാണ് നോർമൽ റിയാക്ഷൻ. വെയിങ് ബാലൻസ് മെഷർ ചെയ്യാൻ നോർമൽ റിയാക്ഷൻ ആണ്. സോ ഡബ്ല്യു പ്ലസ് റോ ജി എൽ ക്യൂബ്, ഓപ്ഷൻ എ is the correct answer. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A monoatomic ideal gas at pressure P and volume V, pressure P യും വോളിയം V യും is adiabatically compressed to volume V by 8. Okay, so അത് adiabatically compress ചെയ്തു to volume V by 8. പ്രഷർ തന്നിട്ടില്ല, നമുക്കറിയില്ല. P1 ഉം V by 8 ഉം. Then it is allowed to expand isothermally back to its original volume. So isothermally എന്ത് പറ്റി? പഴയ വോളിയത്തിലേക്ക് പോയി. സോ പ്രഷർ നമുക്കറിയില്ല, P2, ഇത് V. വാട്ട് ഇസ് ദ ഫൈനൽ പ്രഷർ? സോ P2 കണ്ടുപിടിച്ചാൽ മതി. ഈസി ക്വസ്റ്റൻ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സോ അഡയബാറ്റിക്കലി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം PV⁴ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ മോണോറ്റോമിക് ഐഡിയൽ ഗ്യാസ് ആണ്. സോ ഗാമ നമുക്ക് 5/3 ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ PV⁴ ആണ്. സോ PV⁵ is equal to P1 V/8 to the power 5/3. സോ P by P1 എന്താ വരിക? P by P1 എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും V⁵ അത് ക്യാൻസൽ ആയിപ്പോവും. സോ 1/8 to the power 5/3 എന്ന് വരും. സോ വിച്ച് ഇസ് 8 to the power 1/3 2 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 2 ആണ്. സോ 2 to the power 5 വിച്ച് ഇസ് 1/32. അതായത് P1 എന്തെന്ന് കിട്ടി? 32P എന്ന് കിട്ടി. P1 32P എന്ന് കിട്ടി. ഇനി നമുക്ക് സോ ദിസ് ഇസ് 32P. ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുക. ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുമ്പം NRT ഒരു കോൺസ്റ്റന്റ് ആണ്. സോ PV ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഒരു കോൺസ്റ്റന്റ് ആണ്. സോ P1 V/8 എന്ന് പറഞ്ഞാൽ P2 V ആയിരിക്കും. PV ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള വളരെ ബേസിക് ഐഡിയ. ഇനി നമുക്ക് P1 അറിയാം, അത് 32P ആണ്. 32P ആണ്. V ക്യാൻസൽ ആവുന്നു. സോ P2 കിട്ടി. P2 എന്താണ്? 8ഉം 32 കൂടെ ക്യാൻസൽ ചെയ്താൽ 4 വരും. സോ P2 is 4P. ഓപ്ഷൻ എ is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? So question number 7, a uniform taut string with 2 point charges Q and -Q attached to its end passes over 2 massless pulleys kept L distance apart. ഫിഗർ തന്നിട്ടുണ്ട്, ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കണ്ടറിയാം. ഇഫ് എഫ് ഇസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ പാർട്ട് ഓഫ് ദ സ്ട്രിങ് ഓവർ ദ പുള്ളീസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ ക്യൂവും -Qവും L/2 ഡിസ്റ്റൻസിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സിസ്റ്റത്തിന് സിമെട്രി ഉണ്ട്. ഒന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കില്ല. സോ ഇത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കും. സോ ഇതിനെ ഇത് ഒരു ഫോഴ്സ് വലിക്കും, ഇതിനെ ഇതൊരു ഫോഴ്സ് വലിക്കും. നമുക്ക് ആ ഫോഴ്സ് അറിയാം, 1/4πε0 Q. ഞാൻ മാഗ്നിറ്റ്യൂഡ് എഴുതുള്ളൂ, ഡയറക്ഷൻ എഴുതുന്നില്ല. QQ ഡിവൈഡഡ് ബൈ L/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 1/4πε0 ഞാൻ K എന്ന് വിളിച്ചാൽ ഇതെന്ത് പറ്റും? 4K² L² എന്ന് വരും. ഇതായിരിക്കും ഇങ്ങോട്ടുള്ള ഫോഴ്സ്. അപ്പൊ ഈ ഫോഴ്സ് ഉള്ളപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിന് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഈ സ്ട്രിങ് കൊടുക്കുന്ന ടെൻഷൻ ആണ്. സോ ഇത് ടെൻഷൻ ആണ്. സോ ടെൻഷൻ നമുക്ക് എന്തെന്ന് കിട്ടി? ടെൻഷൻ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ 4K² L² എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. നമുക്ക് ലെങ്ത് അറിയാം, L/2. സോ ഇതൊരു L/2, ഇതൊരു L/2. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്ര വരും?
that will be velocity of the wave v divided by 2l എന്ന് വരും. നമുക്കറിയാം velocity of the wave എന്ന് പറഞ്ഞാൽ it is 1/2l times square root of tension by mass density ആണ്. മാസ് ഡെൻസിറ്റി മ്യൂ എന്ന് ഞാൻ എടുക്കുന്നു. നമുക്ക് എഫിലുള്ള എൽ ഡിപ്പെൻഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/2l ഒരു 1/√μ കാണും. ആ റൂട്ട് മ്യൂ മാസ് ഡെൻസിറ്റി ആണ്, അതിന് ലെങ്ത്തിൽ ഡിപ്പെൻഡൻസ് ഇല്ല. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട്, ടെൻഷന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ അത് √4kq/l എന്ന് വരും. സോ ദിസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/l² ഓർ l⁻². സോ എഫിന് l⁻² ഡിപ്പെൻഡൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫോഴ്സ് ബാലൻസ് ചെയ്യുക, ക്വസ്റ്റ്യൻ കണ്ട് ഫിഗർ കണ്ട് പേടിക്കാതിരുന്നാൽ പെട്ടെന്ന് ഉത്തരത്തിലെത്താൻ പറ്റും. Okay. Two uniformly charged concentric thin spherical shells of radii R1 and R2 have charges plus Q and minus Q. How does the electrostatic potential vary with distance? സോ അതിനാദ്യം നമ്മൾ ഒരു സ്പിയർ തരുന്ന പൊട്ടൻഷ്യൽ അറിയണം. നമുക്ക് സ്പിയർ ഉണ്ട്, ഒരു സ്പിയറിൽ ചാർജ് Q ഉണ്ട്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ അറിയാം V of R. ദിസ് ഇസ് 1/4πε0 Q/R if R greater than or equal to capital R and 1/4πε0 Q/R if R less than or equal to capital R. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ് ആണ്. ഇത് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചൊരു കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് സ്പിയർ ഉള്ള ഈ കോൺഫിഗറേഷന് ജസ്റ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. സോ നമുക്ക് ഇതിനകത്തെ ഒരു പോയിന്റ് എടുക്കാം. ആദ്യം ഇതിന് അകത്തെ ഒരു പോയിന്റ് എടുക്കാം. ഇതിനകത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഇതിനകത്തെ ഒരു പോയിന്റിൽ, സോ ഞാൻ ഇവിടെ ഒരു R ഡിസ്റ്റൻസ് ദൂരെ എടുത്താൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε ഞാൻ K എന്ന് വിളിച്ചോട്ടെ, എല്ലായിടത്തും എഴുതണ്ടല്ലോ. K എന്ന് ഞാൻ വിളിച്ചാൽ ഇത് K, അകത്തെ ഷെല്ലിൻ്റെത് ക്യാപിറ്റൽ പ്ലസ് Q ആണ്, പ്ലസ് Q ഡിവൈഡഡ് ബൈ രണ്ട് സ്പിയറിന്റെ അകത്താണ്. സോ റേഡിയസ് ഓഫ് സ്പിയർ വേണം യൂസ് ചെയ്യാൻ. സോ KQ/R1 മൈനസ് KQ/R2 എന്ന് വരും. ഇതൊരു നോൺ സീറോ വാല്യൂ ആണ്, കോൺസ്റ്റന്റ് ആണ്. നോക്കുക, സ്മോൾ ആർ ഡിപ്പെൻഡൻസ് ഇല്ല, സ്പിയറിനകത്ത് മൊത്തം കോൺസ്റ്റന്റ് ആണ്, ഒരു നോൺ സീറോ വാല്യൂ ആണ്. സോ സ്പിയറിനകത്ത് മൊത്തം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നോക്കുക, സ്പിയറിനകത്ത് മൊത്തം കോൺസ്റ്റന്റ് ആണ്, എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്, ഒരു നോൺ സീറോ വാല്യൂ ആണ്. പക്ഷെ ഇവിടെ സീറോ ആയി. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇനി പുറത്ത് നോക്കിയാലോ? പുറത്തെ ഒരു പോയിന്റ് ഞാൻ എടുത്താൽ, ഇത് R എന്ന് ഞാൻ എടുത്താൽ, ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ KQ/ ഡിസ്റ്റൻസ് എടുക്കേണ്ട. പുറത്താണെങ്കിൽ ഡിസ്റ്റൻസ് എടുക്കേണ്ട, അകത്താണ് റേഡിയസ്. KQ/R മൈനസ് KQ/R എന്ന് വരും, വിച്ച് ഇസ് 0. പുറത്തെ പൊട്ടൻഷ്യൽ 0 ആണ്. സോ പുറത്തെ പൊട്ടൻഷ്യൽ എല്ലായിടത്തും 0 ആണ് വന്നിരിക്കുന്നത്. പുറത്തെ പൊട്ടൻഷ്യലിനെ പറ്റി ഒന്നും തന്നിട്ടില്ല, സോ 0 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നടുക്കുള്ള പൊട്ടൻഷ്യൽ നോക്കാം. നടുക്കുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്താൽ, ദിസ് ഇസ് ഇൻസൈഡ് ദ സെക്കൻഡ് സ്പിയർ ബട്ട് ഔട്ട്സൈഡ് ദ ഫസ്റ്റ് സ്പിയർ. സോ ദിസ് ഇസ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R എന്ന് എടുത്താൽ, ഇത് ഇൻസൈഡ് ദ സെക്കൻഡ് സ്പിയർ ആയതുകൊണ്ട് ഇത് മൈനസ് KQ/R2 എന്ന് വരും. പക്ഷെ ഔട്ട്സൈഡ് ദ ഫസ്റ്റ് സ്പിയർ ആയതുകൊണ്ട് ഇത് KQ/R എന്ന് വരും. സോ ഇതിന് R-ൽ വേരിയേഷൻ ഉണ്ട്. സോ V എന്ന് പറഞ്ഞാൽ KQ/R മൈനസ് KQ/R2 എന്ന് വരും. ഇതിന് R-ൽ വേരിയേഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് അറിയാം KQ/R ആണ്, 1/R ഡിപ്പെൻഡൻസ് ആണ്. സോ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. സോ എയിലും, സോ അപ്പം തന്നെ C അല്ലെന്ന് പറയാൻ പറ്റും, നമുക്ക് ഇതല്ലെന്ന് പറയാൻ പറ്റും, കാരണം ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ല. പിന്നെ A ഉണ്ട്, B ഉണ്ട്. പക്ഷെ Bയിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, R1-ൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. R1-ൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് R1-ലെ പൊട്ടൻഷ്യൽ KQ/R1 മൈനസ് KQ/R2 ആണ്. ഇനി ഈ എക്സ്പ്രഷനിൽ ഞാൻ R1-നെ R1 എന്ന് ഇട്ട് കൊടുത്താൽ ഇതും KQ/R1 മൈനസ് KQ/R2 ആണ്. സോ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ ഓപ്ഷൻ ബിയിൽ ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. സോ ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ചുമ്മാ നമുക്ക് ഈ ഒരു ഐഡിയ അറിയാവുന്നവർക്ക്, പൊട്ടൻഷ്യൽ ഒരു സ്പിയർ കൊടുക്കുന്ന ഒരു ചാർജ് സ്പിയറിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ അറിയാവുന്നവർക്ക് ഓടിപ്പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് മൂവ് ചെയ്യാം. Consider a very long cylinder of radius A having a uniform positive charge density rho. So cylinder ഉണ്ട്, radius A ആണ്. So
ഈ ഒരു റേഡിയസ് എന്ന് പറഞ്ഞാൽ അത് എ ആയിരിക്കും. A sphere of radius A has been carved out, see figure, leaving no charge in the region. The distance radially outward to the cylinder as measured from the center of the sphere is x. So നിങ്ങൾ ഇവിടെ ഒരു ആർബിട്രറി പോയിന്റ് എടുത്ത് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എക്സ്. സോ at what value of x will be the electric field be maximum? Okay. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടാകാൻ പറ്റുന്നത്? സപ്പോസ് ആ സ്പിയർ കാർവ് ചെയ്തെടുത്തില്ലെങ്കിൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ സ്പിയറിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. സോ സ്പിയർ ഇല്ലെങ്കിൽ ഈ സിലിണ്ടർ മൈനസ് ഈ സ്പിയർ ആയിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഈ സിലിണ്ടർ മൈനസ് ഈ സ്പിയർ. കാരണം ഈ ടോട്ടൽ ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈ സ്പിയർ പ്ലസ് സ്പിയർ ഇല്ലാത്ത ഭാഗം, അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ സ്പിയർ ഇല്ലാത്ത ഭാഗത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ മൈനസ് ഈ സ്പിയർ ആണ്. അത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ നിന്ന് ഡയറക്റ്റ് എഴുതാം. ഇനി ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് അറിയാലോ. ഒരു വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താ? λ/2πε0 r ആണ്. ഇതൊരു തിൻ വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ലാംഡയ്ക്ക് വരെ ഈ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വയറായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ലാംഡയ്ക്ക് വരെ നമുക്ക് എന്താ തന്നേക്കുന്നത്? റോ ആണ് തന്നേക്കുന്നത്. വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്. പക്ഷെ എല്ലായിടത്തും സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ തന്നെയാണ്. കാരണം സ്മോൾ എ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നിങ്ങൾ ഏത് പോയിന്റിൽ എടുത്താലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരു സർക്കിൾ ആയിരിക്കും, വിച്ച് ഇസ് ഓഫ് ഏരിയ πa² ആയിരിക്കും. സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി ടൈംസ് ഏരിയ ആണ്, വിച്ച് ഇസ് πρa² എന്ന് വരും. സോ ലാംഡ നമുക്ക് πρa² എന്ന് എഴുതാം. സോ ഈ സിലിണ്ടർ കിട്ടി πρa² ഡിവൈഡഡ് ബൈ 2πε0 r എന്താണ്? ഇവിടെ x ആണ്. ഇനി സ്പിയർ എന്ന് പറയുമ്പം നമുക്കറിയാം സ്പിയർ ഒരു എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഹോളോ സ്പിയർ ആണോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു സ്പിയർ കാർവ് ഔട്ട് ചെയ്തേക്കല്ലേ, അപ്പൊ അകത്തൊന്നുമില്ല, ഹോളോ സ്പിയർ ആണ്. ഒരു ഹോളോ സ്പിയർ പുറത്തൊരു പോയിന്റ് എക്സിൽ ഹോളോയും സോളിഡും ഒക്കെ ഉണ്ടാക്കുന്ന ഫീൽഡ് സെയിം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0 ആ സ്പിയറിലുള്ള ടോട്ടൽ ചാർജ് q ഡിവൈഡഡ് ബൈ x² എന്ന് നമുക്കറിയാം അല്ലേ? ടോട്ടൽ ചാർജ് q ഡിവൈഡഡ് ബൈ x² എന്ന് നമുക്കറിയാം. ഇനി q എന്ന് പറഞ്ഞാൽ എന്താണ്? q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോളിയം ചാർജ് ഡെൻസിറ്റി ഈസ് q ഡിവൈഡഡ് ബൈ വോളിയം, വിച്ച് ഇസ് 4/3πr³ r ഇവിടെ a ആണ്. സോ q എന്താവും? 4/3πa³ q എന്ന് കിട്ടും. സോ ഇതെന്തായി? ദിസ് ഇസ് πρa² ബൈ 2πε0 x മൈനസ് 4 ക്യാൻസലായി, π ക്യാൻസലായി. ഇതെന്ത് പറ്റി? qa³ ഡിവൈഡഡ് ബൈ 3ε0 x² എന്ന് കിട്ടി. qa³ ബൈ 3ε0 x². ഫാക്ടർ ഒന്നും മിസ്സായിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എക്സ് കിട്ടി. ഇനി ചോദ്യം എന്താണ്? വാട്ട് വാല്യൂ ഓഫ് എക്സിലാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം വന്നത്? സോ ഇ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാക്സിമയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അറ്റ് മാക്സിമ dE/dx 0 ആവും. dE/dx 0 ആയാൽ ഞാൻ എവിടെയോ ഓൾജിബ്രയിൽ ഒരു മിസ്റ്റേക്ക് വരുത്തല്ലോ. ഇവിടെ 4/3 ക്യൂവിന് പകരമല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ നമ്മളിവിടെ റോ എന്നല്ലേ എഴുതണ്ടേ? സോ dE/dx നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ടേം മൈനസ് πρa² ഡിവൈഡഡ് ബൈ 2πε0 x² എന്ന് വരും. സെക്കൻഡ് ടേം പ്ലസ് 2ρa³ ഡിവൈഡഡ് ബൈ 3ε0 x³ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ജസ്റ്റ് വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഞാൻ 2ρa³ ഡിവൈഡഡ് ബൈ 3ε0 x³ എന്ന് പറഞ്ഞാൽ അപ്പോൾ πρa² ഡിവൈഡഡ് ബൈ 2πε0 x² എന്ന് വരും. സോ നമുക്ക് ε0 ക്യാൻസൽ, ρa² a³ പോവും. സോ ഇതെന്ത് വരും? 4/3a will be equal to x, π cancel. 4/3a ആയിരിക്കും x. സോ 4/3a എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. വലിയ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Okay, in the given circuit, the box B either contains a capacitor or an inductor or a resistor. Current versus time plot തന്നിട്ടുണ്ട് മൂന്ന് കേസിലും. Which of the following is correct? So ഈ ബോക്സ് ഉണ്ട്. ഇതൊരു വളരെ ഈസി സർക്യൂട്ട് ആണ്. ഒരു അമ്മീറ്റർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു
ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റെസിസ്റ്റർ ഉണ്ട്. സോ അതിന്റെ കൂടെ ഒന്നെങ്കിൽ ഒരു റെസിസ്റ്റർ, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ. നോക്കുക, 3 കേസിലും കറണ്ട് വേഴ്സസ് ടൈം തന്നിട്ടുണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ബിഹേവിയർ നോക്കിയാൽ മതി, നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇതൊരു സെല്ലാണ്, സോ ഒരു DC സോഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഒരു DC സോഴ്സ് ആണെങ്കിൽ റെസിസ്റ്റർ ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ഓഫർ ചെയ്യും. സോ സ്റ്റഡി സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും? ഓംസ് ലോ, വെറുതെ ഓംസ് ലോ, V/R ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ A1 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ആണ്, കാരണം അവിടെ കറണ്ട് വേഴ്സസ് ടൈം ഒരു കോൺസ്റ്റന്റ് ആണ് സ്റ്റഡി സ്റ്റേറ്റിൽ. കപ്പാസിറ്റർ എന്ത് ചെയ്യും? DC കറന്റിന് കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിൽ മറക്കല്ല, സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കും. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുത്താൽ എന്ത് പറ്റും? കറന്റ് 0 ആയി പോകും. സോ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം കഴിഞ്ഞ് കറന്റ് എവിടെ 0 അയക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിയേ, ആഫ്റ്റർ ലോങ് ടൈം കറന്റ് 0. സോ A2 എന്തായി? കപ്പാസിറ്റർ. ഇൻഡക്ടർ സ്റ്റഡി സ്റ്റേറ്റിൽ എന്ത് പറ്റും? ഇൻഡക്ടർ സ്റ്റഡി സ്റ്റേറ്റിൽ ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഒരു ക്ലോസ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും, അതായത് ജസ്റ്റ് ഷോർട്ട് ചെയ്ത പോലെ ആക്ട് ചെയ്യും. കപ്പാസിറ്റർ ഓപ്പൺ ആണെങ്കിൽ ഇത് ഷോർട്ട് ചെയ്ത പോലെ ആക്ട് ചെയ്യും, അതായത് ഫുൾ കറണ്ടിനെ കടത്തിവിടും, അതായത് കറന്റ് മൊത്തം കടത്തിവിടും. അതായത് റെസിസ്റ്റർ ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് സീറോ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ഫുൾ കറന്റിനെ കടത്തിവിടും. അതായത് റെസിസ്റ്ററിനെക്കാട്ടിലും കറന്റ് സ്റ്റഡി സ്റ്റേറ്റ് കടത്തിവിടും. അത് A3 ആണ് ചെയ്യുന്നത്. സോ A3 എന്താണ്? ഇൻഡക്ടർ ആണ്. സോ A1 റെസിസ്റ്റർ, A2 കപ്പാസിറ്റർ, A3 ഇൻഡക്ടർ. ഓപ്ഷൻ A ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കപ്പാസിറ്റൻസ് ഇൻവോൾവ് ചെയ്തുള്ള. In the given circuit, each of the resistors is of 1 kilo ohm resistance. എല്ലാ റെസിസ്റ്ററും ഈക്വൽ റെസിസ്റ്റന്റ് ആണ്, R equals 1 kilo ohm. Each of the capacitors has 4 microfarad capacitance. എല്ലാം സെയിം കപ്പാസിറ്റൻസ് ആണ്. What is the charge in the capacitor between points B and F? നമുക്കറിയാം, ചാർജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ടൈം വോൾട്ടേജ് ആണ്. സോ കപ്പാസിറ്റൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ B and F ഇടയ്ക്കുള്ള വോൾട്ടേജ് കിട്ടിയാൽ, അതായത് VBF കിട്ടിയാൽ നമ്മുടെ തരത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ നമുക്ക് അതിന് എന്ത് ചെയ്യണം? VBF കിട്ടണമെങ്കിൽ നമ്മൾ ഈ സിസ്റ്റം ഒന്ന് സോൾവ് ചെയ്യണം. നമുക്ക് ഉറപ്പായിട്ടും Q = CV എന്ന് എഴുതിയപ്പോൾ തന്നെ ഇങ്ങനെ ഒന്നും പറയാത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് സ്റ്റഡി സ്റ്റേറ്റ് അസ്യൂം ചെയ്യാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സ്റ്റേറ്റ് അസ്യൂം ചെയ്യാം. സോ സ്റ്റഡി സ്റ്റേറ്റിലാവുമ്പോഴത്തേക്കും കപ്പാസിറ്റർ DC വോൾട്ടേജിന് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും കണ്ടു. സോ അതൊരു ഓപ്പൺ ബ്രാഞ്ച് ആയിരിക്കും. സോ ഈ കപ്പാസിറ്റർ, ഈ ഒരു കണക്ഷൻ ഇവിടെ ഇല്ലാത്തതിന് ഇക്വലന്റ് ആയിരിക്കും എന്ത്? സ്റ്റഡി സ്റ്റേറ്റിൽ. സോ ഞാൻ ഈ കപ്പാസിറ്റർ കണക്ഷൻസ് എല്ലാം എടുത്ത് കളഞ്ഞ് ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ഇതിൽ കപ്പാസിറ്റൻസ് ഒന്നുമില്ല. സോ ഇതെല്ലാം ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് ഉണ്ട്, പക്ഷെ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പണാണ്. അപ്പോൾ അത് അവിടെ ഇല്ലാത്തതിന് ഇക്വലന്റ് ആണ്, കാരണം അങ്ങോട്ട് കറന്റ് ഒഴുകില്ല. സോ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടി. സോ ഇവിടെ എല്ലാം R. ഇനി നിങ്ങൾ നോക്കി, ഇത് ഷോർട്ടഡാ. ഈ പോയിന്റ് G വെച്ചും ഇവിടെ ഇത് ഷോർട്ടഡാ. അതായത് നിങ്ങൾ ഇവിടെ നോക്കുമ്പം ഷോർട്ട് ചെയ്ത റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു പാത്ത് ഉണ്ടെങ്കിൽ കറണ്ട് എപ്പോഴും ഷോർട്ട് ചെയ്ത പാത്തിലൂടെ ഒഴുകൂ. ഒരിക്കലും റെസിസ്റ്റൻസ് ഉള്ള പാത്തിലൂടെ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നടക്കാനുള്ള ഒരു പാത്ത് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ഇടുങ്ങി നടക്കാനുള്ള ഒരു പാത്ത് ഉണ്ട്, നിങ്ങൾ ഇതുവഴിയേ നടക്കൂ, ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന പാത്തിലേ നടക്കൂ. സോ ഷോർട്ടഡ് പാത്ത് ഉണ്ടെങ്കിൽ കറന്റ് മൊത്തത്തിൽ ആ ഷോർട്ടഡ് പാത്തിലൂടെ ഒഴുകും. എന്തിലൂടെ ഒഴുകത്തില്ല? ഇതിലൂടെ, ഈ റെസിസ്റ്ററിലൂടെ ഒന്നും കറണ്ട് ഒഴുകില്ല, ഇതിലൂടെയൊക്കെ കറണ്ട് ഒഴുകില്ല, കറണ്ട് 0 ആയിരിക്കും. അതായത് Fയിലേക്ക് കറണ്ട് എത്തില്ല. സോ Gയിൽ നിന്ന് Fയിലേക്ക് കറണ്ട് എത്തില്ലെങ്കിൽ അത് രണ്ടും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. സോ നമുക്ക് Fനെ മറന്നു കളയാം. F എന്തായിരിക്കും? Fയിലെ പൊട്ടൻഷ്യൽ V@F will be equal to V@G, കാരണം കറണ്ട് ഒഴുകുന്നില്ല. സോ ഇവിടെ നമ്മുടെ CVBF ആണെങ്കിൽ ഇതെന്തായി? CVBG എന്ന് എനിക്ക് എഴുതാം. സോ Bയുടെയും Gയുടെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഒഴുകാത്തതുകൊണ്ട് എനിക്ക് ആ ബ്രാഞ്ചിനെ ഡിസ്കാർഡ് ചെയ്യാം. ആ ബ്രാഞ്ചിനെ ഡിസ്കാർഡ് ചെയ്താൽ ഫൈനലി എനിക്ക് കിട്ടുന്നത് ഇങ്ങനൊരു നെറ്റ്വർക്ക് ആയിരിക്കും. എല്ലാം R. ഇത് വളരെ സിമ്പിളാണ്. അതായത് എന്താണ്, 4 റെസിസ്റ്റർ എടുത്ത് സീരീസ് വെച്ചേക്കുവാണ്, ഒരു വ്യത്യാസവും ഇല്ല. ടോട്ടൽ 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഈ 5 വോൾട്ട് ഡ്രോപ്പ് ആവും. എല്ലാ ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് എല്ലാ റെസിസ്റ്റൻസിനും അക്രോസ് ഈക്വലി ഡ്രോപ്പ് ആവും. സോ നമുക്ക് VBG ആ വേണ്ടത്. സോ എല്ലാത്തിനും ഈക്വലി ഡ്രോപ്പ് ആയാൽ 5 വോൾട്ട് 4 റെസിസ്റ്റൻസ് ഈക്വലി ഡ്രോപ്പ് ആയാൽ ഒരെണ്ണത്തിൽ എത്ര കിട്ടും? 1.25 വോൾട്ട് കിട്ടും. സോ എല്ലാത്തിനും അക്രോസ് 1.25 വോൾട്ട് കിട്ടും. ഇനി BG ആണ് ചോദിച്ചത്. സോ ഇത് A, ഇത് B, ഇത് C, ഇത് G. സോ BG എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഇതാണ്. ഓരോ റെസിസ്റ്ററിനും അക്രോസ് 1.25 ഉണ്ട്. അങ്ങനെയാണ് VBG എന്താവും? 1.25 + 1.25 2.5 വോൾട്ട് ആവും. ഇനി കപ്പാസിറ്റൻസ് എത്രയാ?
കപ്പാസിറ്റൻസ് 4 മൈക്രോ ഫാരഡ് ആണ്. സോ ഇത് 4 ടൈംസ് 2.5 മൈക്രോ ഫാരഡും വോൾട്ടോടെ ചേർന്ന് മൈക്രോ കൂളം. സോ ദിസ് ഇസ് 10 മൈക്രോ കൂളം എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെറ്റ്വർക്ക് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. സോ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേ ഒപ്റ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. എ തിൻ ലെൻസ് ഇസ് മെയ്ഡ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NL ഫോംസ് ദ ഇമേജ് അറ്റ് പൊസിഷൻ I ഓഫ് എ പോയിന്റ് ഒബ്ജെക്ട് ഹെൽഡ് അറ്റ് O ഓൺ സെൻട്രൽ ആക്സിസ്. സോ ഇവിടെയാണ് ഇമേജ് ഇനീഷ്യലി വെച്ചേക്കുന്നത്. ഇവിടെ I ഇവിടെ ഫോം ചെയ്തു. ഓക്കെ. Consider that the refractive index of the medium NM is NM and NL is greater than NM. So where does the image form when NL is less than MM? നമുക്ക് ഫോക്കൽ ലെങ്തിനെ NLനെ NMനെ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. 1 focal length is NL by NM minus 1 times 1 R1 minus 1 R2. Okay. സോ ഇനീഷ്യലി എന്താ പറഞ്ഞേക്കുന്നത്? ഇനീഷ്യലി NL ഗ്രേറ്റർ ദാൻ NM ആണ്. NL ഗ്രേറ്റർ ദാൻ NM ആണ്. സോ NL by NM ഗ്രേറ്റർ ദാൻ 1 ആയി. സോ ഇത് പോസിറ്റീവായി. നിങ്ങൾക്ക് അറിയാം ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ് വന്നേക്കുന്നത്. സോ 1 R1 മൈനസ് 1 R2 ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. സോ ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്. അങ്ങനെയാണെ എഫ് എന്തായി? എഫ് പോസിറ്റീവായി. എഫ് പോസിറ്റീവ് ആയാൽ അതായത് ഫോക്കസ് എവിടെയോ ഇവിടാണ് കിടക്കുന്നത്. സോ ഫോക്കസ് ഇവിടാണ് കിടക്കുന്നതെങ്കിൽ എന്ത് പറ്റും? പാരലൽ റേസ് കൺവേർജ് ചെയ്യും. സോ അത് ഫൈനാണ്. ഫോക്കസ് പോസിറ്റീവ് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് OIന്ന് ഒരു റേ വന്നാൽ അത് കൺവേർജ് ചെയ്ത് Iന്ന് പോകും. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? NL ലെസ് ദാൻ NMൽ എന്ത് പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. NL ലെസ് ദാൻ NM വരുമ്പോഴത്തേക്കും NL by NM ലെസ് ദാൻ 1 ആവും. അതായത് ഈ ടേം എന്താവും? നെഗറ്റീവ് ആയിരിക്കും. ഈ ടേം ജസ്റ്റ് സ്ട്രക്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഇത് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എഫ് എന്താവും? നെഗറ്റീവ് ആയിരിക്കും. സോ എഫ് ഈ കേസിൽ എവിടെ വരും? എഫ് ഇവിടെ വരും. സോ പാരലൽ റേസ് വന്നാൽ രണ്ടാമത്തെ കേസിൽ എന്ത് പറ്റും? ഇത് ഡൈവേർജ് ചെയ്യും. ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർസ് ഫ്രം ദി ഫോക്കസ്. സോ ഇതിങ്ങനെ ഡൈവേർജ് ചെയ്യും. അപ്പൊ നിങ്ങൾ OIന്ന് ഒരെണ്ണം വിട്ടാൽ, OIൽ നിന്ന് ഒരു റേ വിട്ടാൽ ഇത് ഇവിടെ ചെന്ന് ഡൈവേർജ് ചെയ്യും. സച്ച് ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് സംവെയർ എഫിന്ന് തന്നെ ആവണമെന്നില്ല, ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരുന്ന പോലെ തോന്നും. ഇനി ഇവിടെ ഉള്ള ഒരേ ഒരു പോയിന്റ് നമുക്ക് ക്വസ്റ്റിന് മാർക്ക് ചെയ്ത് തന്നേക്കുന്ന ഒരേ ഒരു പോയിന്റ് ഏതാ? അത് B ആ. ഓർഡർ റൈറ്റിലുള്ള ഒരേ ഒരു പോയിന്റ് ഏതാ? അത് B ആ. സോ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷന് B ആയിരിക്കും നമ്മുടെ ഉത്തരം. ജസ്റ്റ് വരച്ച് നോക്കി ഈ ഫോർമുല അറിയാവുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റൻ. ജസ്റ്റ് ഫോർമുല ഓർത്ത് വെക്കുക. ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോലില്ല. വെറുതെ ഇക്വേഷന്റെ സ്ട്രക്ചർ നോക്കി നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളൊരു വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കണ്ടക്ടിങ് സ്പിയർ ഓഫ് റേഡിയസ് A ഇനീഷ്യലി കണ്ടെയ്ൻസ് എ യൂണിഫോം വോളിയം ചാർജ് ഡെൻസിറ്റി ρ. വാട്ട് is the electric flux through a spherical surface of radius 2a centered at a point on the surface of the charge sphere at a later time t? So ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾ നോക്കുക, ഫ്ലക്സ് അറ്റ് ടൈം t ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലക്സ് അറ്റ് ടൈം t എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ എപ്സൈലൺ 0 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് ഫ്ലക്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ചാർജ് ബൈ എപ്സൈലൺ 0. സോ ടോട്ടൽ ചാർജ്, ഇനി നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? ചാർജ് കൺസർവേഷൻ ഉപയോഗിക്കുക. ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും. സോ ചാർജ് അറ്റ് ടൈം t എന്തായിരിക്കും? ചാർജ് അറ്റ് ടൈം 0 ആയിരിക്കും. കാരണം ടോട്ടൽ ചാർജ് വേരി ചെയ്യാൻ പറ്റില്ല. സോ ചാർജ് അറ്റ് ടൈം 0 ആയിരിക്കണം. ചാർജ് അറ്റ് ടൈം 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യലി എന്താ? ഒരു വോളിയം ചാർജ് ഡെൻസിറ്റി ρ ഈ A റേഡിയസ് ഉള്ള സ്പിയറിലിരിക്കുക. അപ്പൊ ഇനീഷ്യൽ ചാർജ് എന്ന് പറഞ്ഞാൽ ρ ടൈംസ് അതിന്റെ വോളിയം, അതായത് 4/3 പൈ A³ ρ. ഇതാണ് Q at t. സോ ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 4/3 എപ്സൈലൺ 0 പൈ A³ ρ എന്ന് കിട്ടും. ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഒറ്റ അടിക്ക് ഓപ്ഷൻ A എഴുതാം. ജസ്റ്റ് ചാർജ് കൺസർവേഷനും ഫ്ലക്സിന്റെ ഡെഫിനിഷനും മാത്രം അറിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, the figures in the option show photocurrent J of a photoelectric material versus frequency of incident light beam. So photocurrent versus frequency ആണ്. The light beam can have different intensities I1, I2, I3. ഓക്കെ, നമുക്ക് ഒന്നാമത് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലാണെങ്കിൽ മാത്രമേ
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കൂ. ആൻഡ് എഫ് ത്രഷോൾഡ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇൻറ്റൻസിറ്റീവായിട്ട് ഒരു ഡിപ്പെൻഡൻസും ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് ഇല്ല. സോ പല ഇൻറ്റൻസിറ്റി ആണെങ്കിലും സെയിം പോയിന്റിൽ നിന്ന് വേണം തുടങ്ങാൻ. സോ പല ഇൻറ്റൻസിറ്റി ആണെങ്കിലും സെയിം ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. പക്ഷേ രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുമ്പം പല ഇൻറ്റൻസിറ്റിയും പല ഫ്രീക്വൻസിയിലാണ് തുടങ്ങുന്നത്. ആ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ത്രഷോൾഡ് ഫ്രീക്വൻസി മാറുന്നു. സോ ഓപ്ഷൻ ബി തെറ്റാ. ഇവിടെയും സെയിം ഫ്രീക്വൻസിയിലാണ് തുടങ്ങുന്നത്. സോ ഓപ്ഷൻ സി ശരിയാവാം. ഓപ്ഷൻ ഡിയിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് മാറുന്നു. ഓപ്ഷൻ ഡിയും തെറ്റാ. ഇനി എന്താ ഓപ്ഷൻ സിയും ഓപ്ഷൻ എയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓപ്ഷൻ എയിൽ I3 I2 I1 എന്നാണ്. ഓപ്ഷൻ സിയിൽ I1 I2 I3 ആണ്. ഓക്കെ, ഇനി നോക്കുക. I എന്ന് പറഞ്ഞ ഇൻറ്റൻസിറ്റി ആണ്. ഇൻറ്റൻസിറ്റി കൂടിയാൽ I3 > I2 > I1. സോ I3 എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻറ്റൻസിറ്റിയാണ്. ലാർജ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ വന്നിടിച്ച് ഇലക്ട്രോൺ പുറത്തു പോകുന്നതല്ലേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ മോർ നമ്പർ ഓഫ് ഫോട്ടോൺ ആണ്, അതായത് കൂടുതൽ ഇൻറ്റൻസ് ലൈറ്റ്. സോ മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് നടക്കും. മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ എന്തു പറ്റും? മോർ ഇലക്ട്രോൺ എജക്ഷൻ വരും. കൂടുതൽ ഇലക്ട്രോൺ പുറത്തേക്ക് വരും. കൂടുതൽ ഇലക്ട്രോൺ പുറത്തേക്ക് വന്നാൽ ഫോട്ടോ കറന്റ് കൂടും. സോ ഫോട്ടോ കറന്റ് ഹയർ. സോ ഫോട്ടോ കറന്റ് ഏതിനായിരിക്കണം ഏറ്റവും കൂടുതൽ? I3 ആയിരിക്കും കൂടുതൽ. സോ I3 കൂടുതൽ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സിയിൽ I3 ഏറ്റവും കുറവാണ്, അത് തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റ് ക്വാളിറ്റേറ്റീവായിട്ട് മാത്രം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചു പോയവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. ഒരു പാടും ഇല്ലാതെ ക്വാളിറ്റേറ്റീവായിട്ട് മാത്രം പഠിച്ചു പോയവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. കൺസിഡർ ദാറ്റ് ഇൻ എ ഫിഷൻ ഓഫ് എ സിംഗിൾ പ്ലൂട്ടോണിയം ആറ്റം 207 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി, അതായത് ഒരു ആറ്റം എത്ര എനർജി തരുന്നുണ്ട്? 207 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. Assuming all atoms of plutonium undergo fission, which of the following options are the closest estimate of the amount of plutonium required for 20,000 units of TNT explosion? So 20,000 units of TNT explosion എന്ന് പറഞ്ഞാൽ 20,000 ഒരു TNT explosion നമുക്ക് തന്നിട്ടുണ്ട് 4.184 into 10 to the power minus 9. So 4.184 into 10 to the power minus 9 ആണ് ടോട്ടൽ TNT explosion എന്ന് വെച്ചാൽ. ഇനി എന്താണ്? പ്ലൂട്ടോണിയത്തിനെ കണ്ടുപിടിക്കണം. സോ എത്ര പ്ലൂട്ടോണിയം കിലോഗ്രാംസിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എക്സ് കിലോഗ്രാം വേണമെന്ന് എടുക്കാം. പ്ലൂട്ടോണിയം എത്ര വേണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു എക്സ് കിലോഗ്രാം വേണമെന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് പക്ഷേ എല്ലാ ആറ്റവും ഫിഷൻ, ഒരു ആറ്റത്തിന് ഇത്ര എന്നാണെങ്കിൽ നമുക്ക് ഇത് ആറ്റമായിട്ട് കണക്ട് ചെയ്യണം. സോ എക്സ് കിലോഗ്രാം എന്ന് വെച്ചാൽ 1000 ടൈംസ് എക്സ് ഗ്രാം ആണ്. 1000 ടൈംസ് എക്സ് ഗ്രാം ആണ്. ഇനിയും 1000 ടൈംസ് എക്സ് ഗ്രാം എന്ന് ചോദിച്ചാൽ അതിൻ്റെ മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. 1000x by 239 നമ്പർ ഓഫ് മോൾസ് ആണ്. നമുക്കറിയാം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ് എന്ത്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് വേണം. സോ 1000x by 239 into അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. സോ ഇത്ര ആറ്റം ഉണ്ടെങ്കിൽ ഒരു ആറ്റം 209 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇത്ര ആറ്റം എത്ര തരും? 1000 by 239. സോ 239 അവോഗാഡ്രോ നമ്പർ എക്സ് ടൈംസ് 209 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. സോ 209 into 1.6 into 10 to the power minus 13 ജൂൾ എന്ന് കിട്ടും. 1.6 into 10 to the power minus 19 ആണ് ഇലക്ട്രോ വോൾട്ട്. മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ 10 power 6 ഉള്ളത്. സോ 10 power minus 13 ജൂൾ ആണ്. This should be equal to the energy of TNT explosion, which is this. So this should be equal to 2 times 4.184 times 10 to the power 13 ജൂൾ എന്ന് കിട്ടി. സോ നിങ്ങളിത് സോൾവ് ചെയ്യുക. നിങ്ങളിത് ജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ആണ് ഒരു കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ് അപ്രോക്സിമേറ്റ്ലി 1 കിലോഗ്രാം എന്ന് കിട്ടും. സോ ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എക്സ് അപ്രോക്സിമേറ്റ്ലി 1 കിലോഗ്രാം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ നമ്മൾ 15 ക്വസ്റ്റ്യനും ചെയ്തു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, വർഷങ്ങൾ കഴിയുമ്പോൾ 2024 ഈസി ആയിരുന്നു 2023, 2023 ഈസി ആയിരുന്നു 2022. അപ്പോൾ 2022 നിന്ന് 2023 2024 പോകുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽറ്റി കൂടി വരികയാണ്. ടഫ് ചാപ്റ്റേഴ്സ് എന്ന് തോന്നുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ റൊട്ടേഷണൽ മോഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ റൊട്ടേഷണൽ മോഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു.
2023 നമ്മൾ പോയപ്പോൾ റൊട്ടേഷണൽ മോഷനിൽ നിന്ന് 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. 2024 പോയപ്പോൾ റൊട്ടേഷണൽ മോഷനും ഫ്ലൂയിഡ് ഡൈനാമിക്സ് പോലും കണക്ട് ചെയ്ത് ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പം ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായി വരികയാണ്. കൃത്യമായ പ്രിപ്പറേഷനും കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുള്ള പ്രിപ്പറേഷനും വളരെ ആവശ്യമുള്ള ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ നിങ്ങളെ അതിനുവേണ്ടി കേപ്പബിൾ ആക്കാൻ ക്രിസ്പർ നിങ്ങളുടെ ഉണ്ട്. നിങ്ങൾ ക്രിസ്പറിന്റെ ക്രാഷ് കോഴ്സിൽ എൻറോൾ ചെയ്യുമ്പോൾ ഈ ഒരു ട്രെൻഡ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ്. നമ്മൾ എത്രയോ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഴയ വർഷങ്ങളിലൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഓരോ വർഷത്തെയും ട്രെൻഡ് നമുക്ക് സ്റ്റഡി ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇനി ഈ ക്വസ്റ്റ്യൻസിന് വെയിറ്റേജ് കൂടി വരികയാണ്, ക്വസ്റ്റ്യൻ്റെ ലെവൽ കൂടി വരികയാണ്. സോ എങ്ങനെ ട്രൈ ചെയ്യണം, ഏത് സിമിലർ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ ഇപ്പം ഈ റീസെന്റ് 2022, 2023, 2024 മാത്രമല്ലാതെ കുറച്ച് പഴയെന്ന് പറയുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻ രീതി കുറച്ചുകൂടെ വേറെയാണ്. അപ്പം ഇതുപോലത്തെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ മുൻപിലുള്ള ഉത്തരം ക്രിസ്പർ ആണ്. നിങ്ങൾ ക്രിസ്പറിലേക്ക് വരിക, ക്രാഷ് കോഴ്സിന് എൻറോൾ ചെയ്യുക. നമുക്ക് ഓരോ ചാപ്റ്ററിലൂടെയും പോയി ഓരോന്നിലും ഇപ്പം എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ വെയിറ്റേജ് വരാൻ ചാൻസ് ഉണ്ടോ, എത്ര ടഫ് ക്വസ്റ്റ്യൻ വരാം എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ക്രാഷ് കോഴ്സ് തുടങ്ങാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പറ്റുന്ന അത്ര ആൾക്കാർ എൻറോൾ ചെയ്യുക. അവിടെയും നിങ്ങളെ കാണാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് സൊല്യൂഷനും ഈ ഞാൻ ഉപയോഗിച്ച ഈ PDF-ലുള്ള ഈ സ്ലൈഡ്സിലുള്ള ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ, ക്രിസ്പറിന് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾക്ക് അതിൽ നിന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഈ PDF എടുക്കാവുന്നതാണ്. സോ എല്ലാവരും പറ്റുന്ന അത്രയും റിസോഴ്സസ് ഉപയോഗിച്ച് ക്രിസ്പറിന്റെ റിസോഴ്സസും നിങ്ങൾ സ്വയം പഠിക്കാൻ ഉപയോഗിക്കുന്ന റിസോഴ്സസും നോട്ട്സും ഒക്കെ വെച്ച് നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും നാളത്തെ സയന്റിസ്റ്റുമാരാവട്ടെ. എല്ലാവരും നാളെ ഐസറിലും നൈസറിലും IAS-ലും ഒക്കെ കാണാൻ ശ്രദ്ധിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നന്നായി പഠിക്കുക.